പ്രധാനമന്ത്രിയെ വരവേൽക്കാനൊരുങ്ങി പാലക്കാട്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്ന കോർട്ട് റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തുന്നത്. നാളെ കോയമ്പത്തൂരിലും പ്രധാനമന്ത്രി റോഡ് ഷോ നയിക്കുന്നുണ്ട്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയായി? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ പാലക്കാട് ഒരുങ്ങിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി പാലക്കാട്ടേക്ക് എത്തുക. ഞാനിപ്പോൾ നിൽക്കുന്ന കോർട്ട് റോഡിൽ അദ്ദേഹത്തിനെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ കാണാനെത്തുന്ന ആളുകൾക്ക് കൃത്യമായി തന്നെ അദ്ദേഹത്തെ കാണാനും മറ്റുമൊക്കെ കഴിയുന്ന തരത്തിൽ റോഡിൻ്റെ ഇരുവശത്തും ബാരിക്കേഡുകളും മറ്റുമൊക്കെ സ്ഥാപിക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ നേതൃത്വത്തിൽ റോഡിൽ പരിശോധന ഉൾപ്പെടെ നടത്തി. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ ഈ കോർട്ട് റോഡിലേക്ക് എത്തി പരിശോധന രാവിലെ മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പോലീസിന്റെ സുരക്ഷാ പരിശോധന ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും ചേരുന്നുണ്ട്. DIG അജിത ബീഗുവും അതുപോലെ തന്നെ കളക്ടർ ഡോക്ടർ എസ് ചിത്രയും ജില്ലാ പോലീസ് മേധാവി R ആനന്ദും അതുപോലെ തന്നെ ASP അശ്വതി ജിജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള യോഗമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഈ റോഡ് ഷോ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ സമീപത്താണ് ഈ ഒരു റോഡ് ഷോ സമാപിക്കുക. BJP ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. രാജ്യത്തിന്റെ പ്രധാന സേവകൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിലേക്ക് ആദ്യമായി എത്തുന്നു, അതും പാലക്കാട്ടെ മണ്ണിലേക്ക് എത്തുന്നു. എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായി? 19-ാം തീയതി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് പാലക്കാട് വലിയ ആവേശത്തിലാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പാലക്കാട്ടിലെ ജനത, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ പരിപാടി എന്നുള്ള രൂപത്തിൽ വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വരവിനെ കാത്തിരിക്കുന്നത്. പാലക്കാട് നടക്കുന്ന ഈ റോഡ് ഷോയോടുകൂടി കേരളത്തിൽ ജനങ്ങൾ ഈ അവസരവാദത്തിനും അതുപോലെ തന്നെ വികസന വിരോധത്തിനും എതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും വലിയ തോതിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമായിരിക്കും പാലക്കാട് നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി വരുന്നതിൻ്റെ സമയക്രമങ്ങളും മറ്റുമൊക്കെ എങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്? പ്രധാനമന്ത്രി ഇപ്പോൾ 10 മണിക്ക് നമ്മുടെ മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ അദ്ദേഹം ഇറങ്ങും. 10:05 നമ്മുടെ റോഡ് ഷോ ആരംഭിക്കും. അതിനുശേഷം റോഡ് ഷോ അവസാനിപ്പിച്ച് അദ്ദേഹം മേഴ്സി കോളേജിൽ നിന്ന് തിരിച്ച് സേലത്തേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സന്ദർശനം NDA ക്യാമ്പുകളിൽ വലിയ ആവേശവും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് കൂടുതൽ ഊർജ്ജം പകരുന്നതായിരിക്കില്ലേ? നരേന്ദ്രമോദി എന്ന വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നതിനപ്പുറം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ലോക നേതാവായിട്ട് മാറിയിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ലോക നേതാക്കന്മാരുടെ നിലയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ വരവ് ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും, അതിൽ ജാതിയോ മതമോ മറ്റുള്ള കാഴ്ചപ്പാടോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന ഭാരതത്തിൻ്റെ പുതിയ ഭാരതത്തെ നിർമ്മിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച എല്ലാവർക്കും, പലതരത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും വികസനം എന്താണെന്ന് അറിയിച്ചു കൊടുത്ത 10 വർഷമാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വരവിനായിട്ട് എല്ലാ വിഭാഗം ആളുകളും, അതിൽ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും അദ്ദേഹത്തിന്റെ വരവിനെ കാത്തു നിൽക്കുകയാണ്. പാലക്കാട് വളരെ വലിയ ആവേശത്തിലാണ്. ഏതായാലും ഒരു 1 ലക്ഷത്തോളം ആളുകൾ ഈ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയെ കാണാനായി എത്തും എന്നുള്ളതാണ് BJP കണക്കുകൂട്ടുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ തന്നെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊവ്വാഴ്ച കാലത്താണ് പ്രധാനമന്ത്രി ഈ പാലക്കാട്ടെ മണ്ണിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. നാളെ തന്നെ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്കും എത്തുന്നുണ്ട്. നാളെ വൈകിട്ടോടുകൂടെ കോയമ്പത്തൂരിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉണ്ട്. കോയമ്പത്തൂരിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ DMK സർക്കാർ അതിന് അനുമതി നിഷേധിച്ചതൊക്കെ വലിയ വിവാദമായിരുന്നു. പിന്നീട് BJP കോയമ്പത്തൂർ ജില്ലാ ഘടകം മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് മദ്രാസ് ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയ്ക്ക് അനുമതി നൽകുകയുമായിരുന്നു. 4 കിലോമീറ്റർ ആയിരുന്നു അവിടെ റോഡ് ഷോ പറഞ്ഞിരുന്നത്. മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെയുള്ള ഭാഗത്തെ 4 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു റോഡ് ഷോ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഈ ഒരു പോലീസിൻ്റെ ചില സുരക്ഷാ കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 2 കിലോമീറ്ററാണ് റോഡ് ഷോ കോയമ്പത്തൂരിൽ നടത്തുന്നത്. നാളെ വൈകിട്ട് ഒരു 5 മണിയോടുകൂടെയാണ്
കോയമ്പത്തൂരിൽ റോഡ് ഷോ നടക്കുക. അവിടുത്തെ ആ റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷം കോയമ്പത്തൂർ തന്നെ തങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് മറ്റന്നാൾ രാവിലെ ഈ പാലക്കാട്ടേക്ക് എത്തുക. പാലക്കാട് മേഴ്സി കോളേജിലെ ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെ നിന്ന് നേരെ അഞ്ചുവിളക്ക് ഭാഗത്തേക്ക് എത്തും. അതിനുശേഷം കോർട്ട് റോഡിലൂടെയാണ് ഈ റോഡ് ഷോ നടക്കുക. ആ അഞ്ചുവിളക്ക് ഭാഗത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ജംഗ്ഷൻ ഭാഗം, ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പരിസരം, അവിടെയാണ് റോഡ് ഷോ സമാപിക്കുക. ഇവിടെ നിന്നും റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ വീണ്ടും ഈ മേഴ്സി കോളേജിലെ തന്നെ ഗ്രൗണ്ടിലേക്ക് പോകും. അവിടെ നിന്ന് വീണ്ടും ഹെലികോപ്റ്റർ കയറി സേലത്തിലേക്ക് മറ്റൊരു പരിപാടിക്കായി പോകും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും നേരത്തെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് വലിയ ആവേശത്തിലാണ്. രാജ്യത്തിന്റെ പ്രധാന സേവകനെ വരവേൽക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.